വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് അംബ്രല്ല കട്ട് കുർത്തിയുടെ സ്റ്റിച്ചിങ് ഭാഗമാണ്. ഇത് നെക്ക് ഡിസൈൻ ചെയ്യാനായി കട്ട് ചെയ്ത് വെച്ചിരുന്ന 50 ഇഞ്ച് നീളവും 2 ഇഞ്ച് വീതിയുമുള്ള ക്ലോത്താണ്. ഇത് വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം 1/2 ഇഞ്ച് വീതി വരുന്ന ചെറിയ പ്ലേറ്റുകൾ ഇട്ട് കൊടുക്കാം. ഞാനിത് മുഴുവനും പ്ലേറ്റ് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഫ്രണ്ട് നെക്കിന് പുറത്തായിട്ട് ഇതുപോലെ നെക്കിന് ചുറ്റും വേച്ച് കൊടുത്ത ശേഷം 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിൻ്റെ മീതെ ലൈനിങ് വെച്ച് 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനിത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി വീഡിയോയിൽ കാണുന്നത് പോലെ കത്രിക കൊണ്ട് നെക്കിന് ചുറ്റും കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ലൈനിങ് ക്ലോത്ത് അകത്തേക്ക് തിരിച്ചിട്ടതിന് ശേഷം നെക്കിന് ചുറ്റും 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഞാനത് 1/4 ഇഞ്ച് വീതിക്ക് തയ്ച്ചെടുത്തിട്ടുണ്ട്. ടക്ക് പോയിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുപോലെ 1/2 ഇഞ്ച് വീതിക്ക് ടക്ക് രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തതുപോലെ നല്ല തുണിയുടെ മീതെ ലൈനിങ് തുണി വെച്ച ശേഷം 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്ത് ബാക്ക് നെക്കും സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്കേർട്ട് ഭാഗത്ത് ഒരു ജോയിൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അതിനായി കട്ട് ചെയ്ത് മാറ്റി വെച്ചിരുന്ന പീസ് വീഡിയോയിൽ കാണുന്നത് പോലെ ചേർത്ത് വെച്ച ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. പീസുകൾ തമ്മിൽ ചേർത്ത് വെച്ചൊരു സ്റ്റിച്ച് നൽകിയ ശേഷം അത് നല്ലതുപോലെ പതിഞ്ഞിരിക്കാനായിട്ട് മീതെ കൂടി ഒരു സ്റ്റിച്ച് കൊടുക്കാം. ഞാനിതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് സ്കേർട്ട് ഭാഗത്തെ ബാക്കും ഫ്രണ്ടും രണ്ടായിട്ട് സെപ്പറേറ്റ് ചെയ്യാം. അതിനുശേഷം സ്കേർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ നല്ല തുണിയും ലൈനിങ്ങും ബാക്ക് ഭാഗത്തെ നല്ല തുണിയും ലൈനിങ്ങുമായിട്ട് ചേർത്ത് വേസ്റ്റ് വരുന്ന ഭാഗം 1/4 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി സ്കേർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ താഴെയായിട്ട് ഒന്ന് മടക്കിയ ശേഷം വീണ്ടും ഒരു മടക്കൂടെ കൊടുത്ത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഫ്രണ്ട് ഭാഗത്ത് സ്കേർട്ടിൻ്റെയും ടോപ്പിൻ്റെയും നല്ല വശം തമ്മിൽ ചേർത്ത് വെച്ച് 1/2 ഇഞ്ച് വീതിക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബാക്ക് പാർട്ടും ഇതുപോലെ ചെയ്തെടുക്കാം. ഇതുപോലെ ജോയിൻ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പീസിന് മീതെ ബാക്ക് പീസ് ഇതുപോലെ വെച്ച് ഷോൾഡറുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കാം. രണ്ട് സ്ലീവിൻ്റെ താഴെയായിട്ടും 1/2 ഇഞ്ച് വീതം മടക്കി 2 മടക്കിയിട്ട് തയ്ച്ചിട്ടുണ്ട്. ഇനി സ്ലീവിൻ്റെ ഫ്രണ്ട് ഭാഗവും കുർത്തിയുടെ ആംഗോളിൻ്റെ ഫ്രണ്ട് ഭാഗവും നല്ല വശവും ഒരുപോലെ വരുന്നിടം വെച്ച് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ലീവ് ലൂസിൻ്റെ പകുതി സ്ലീവ് ഓപ്പൺ വരുന്ന ഭാഗത്ത് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ആം ഹോളിൻ്റെ പകുതി എത്രയാണോ അത് ഈ ഭാഗത്തായിട്ട് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം. ഇനി കുറച്ച് ഷേപ്പ് ചെയ്യാനായിട്ട് ഷോൾഡറിൽ നിന്നും 14 വരുന്നിടത്ത് ഒന്ന് പോയിൻ്റ് ചെയ്ത് കൊടുക്കാം.
എന്നിട്ട് ആ ഭാഗത്തിൻ്റെ മിഡിൽ പോയിൻ്റ് കണ്ടതിന് ശേഷം അവിടുത്തെ വണ്ണം എത്രയാണോ അതിൻ്റെ 4/1 അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടുമായിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അവയെ തമ്മിൽ ചേർത്ത് വരച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ട് വശവും ഇതുപോലെ മാർക്ക് ചെയ്ത ശേഷം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇത് മുഴുവനും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എൻഡ് ഭാഗം കൂടി ചേർത്ത് വെച്ച് ഇതുപോലെ തയ്ക്കുകയാണെങ്കിൽ നൂല് വലിഞ്ഞു പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് ഇരുന്നോളും. ഇനി ഇതിൻ്റെ താഴെ അറ്റമാണ് സ്റ്റിച്ച് ചെയ്യേണ്ടുന്നത്. വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് ഫോൾഡ് ചെയ്ത ശേഷം ഈ അറ്റത്ത് കൂടി മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ ചുറ്റും സ്റ്റിച്ച് ചെയ്ത ശേഷം ഒന്നുകൂടി ഫോൾഡ് ചെയ്ത ശേഷം ഇപ്പുറത്ത് ഭാഗത്തു കൂടി വീണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതുപോലെ മുഴുവനും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കുർത്തി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമായിട്ടുള്ളവർ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.